ഇപ്രാവശ്യത്തെ കുത്തിയോട്ടം ഈരേഴവടക്ക് കരയിലാണ് നടക്കുന്നത്. സോമൻ നായർ പുത്തൻപറമ്പിൽ ആണ് ഈ വഴിപാട് സമർപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ചേർന്ന് വളരെ ഭക്ത്യാദരപൂർവ്വം അനുഷ്ഠാനപൂർവ്വം തന്നെ നടത്തുന്ന ഒരു കുത്തിയോട്ടമാണ് ഞാൻ ഈരേഴവടക്ക് ഇപ്രാവശ്യം നടത്തുന്നത്. ആശാന്റെ കുത്തിയോട്ട സമിതിയെക്കുറിച്ച് 2 വാക്ക് പറയോ? എൻ്റെ സമിതി 1976 രൂപം കൊണ്ടതാണ്. മരുന്നൂർ കണ്ടത്തിൽ ശ്രീമാൻ ദാമോദരൻ നായർ അവരുടെ ശിക്ഷണത്തിൽ പഠനം ആരംഭിച്ചു. 1976 കുത്തിയോട്ടം പഠിച്ചു. 79 മുതൽ വിവിധ കുത്തിയോട്ടങ്ങൾ നടത്തുന്നു. എല്ലാ കരയിലും, അതായത് ചിറ്റോളങ്ങരയുമായി ബന്ധപ്പെട്ട 13 കരകളിൽ ഏതാണ്ട് എല്ലാ കരകളിലും 4ഉം 5ഉം കുത്തിയോട്ടം വീതം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഈരേഴവടക്ക് ഈ നടക്കുന്ന കുത്തിയോട്ടം തന്നെ ഏതാണ്ട് 5ാമത്തെ കുത്തിയോട്ടമാണ്. അത് വളരെ അനുഷ്ഠാനത്തോടു കൂടി പാരമ്പര്യ രീതിയിൽ തന്നെ യാതൊരു ആചാര ലോപവുമില്ലാതെ ഇത്രയും കാലം നടത്തി വരുന്നു. ഈ കുത്തിയോട്ടവും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഗുരുസ്ഥാനത്ത് ആരാണുള്ളത്? എൻ്റെ ആശാനായിട്ടുള്ളത് മുതുകുളം മരുന്നൂർ കണ്ടത്തിൽ ദാമോദരൻ നായർ, പരമേശ്വരൻ നായർ, ഇങ്ങനെ 2-3 ആശാന്മാരാണ്. അവർ ആരും തന്നെ ഇപ്പോൾ ജീവിച്ചിട്ടില്ല, എല്ലാവരും മരിച്ചുപോയി. ഞങ്ങൾ പുതിയ സമിതിയിലെ ആശാനായിട്ട് ഞാൻ മുന്നോട്ട് തുടരുന്നു. സമിതിയിൽ എത്ര അംഗങ്ങളാണുള്ളത്? സമിതിയിൽ ഇപ്പോൾ 117 അംഗങ്ങളുണ്ട്. അതിൽ കൂടുതൽ അംഗങ്ങളുണ്ടായിരുന്നു. പലർക്കും ഔദ്യോഗികമായി ഒക്കെ വിദേശ രാജ്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെയാണ്. ഇപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ 117 അംഗങ്ങൾ ഇപ്പോൾ എൻ്റെ സമിതിയിലുണ്ട്. ആരാണ് ചുവടിനും പാട്ടിനും ഒക്കെ നേതൃത്വം നൽകുന്നത്? ആദ്യകാലത്ത് ചുവടിനും പാട്ടിനുമൊക്കെ ഞാൻ തന്നെയാണ് നേതൃത്വം കൊടുത്തിരുന്നത്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളൊക്കെ ഇപ്പോഴില്ല. എങ്കിലും ഇപ്പോൾ മെയിനായിട്ട് ചുവട് പരിശീലിപ്പിക്കുന്നത് ഗോപകുമാർ, സുരേഷ് കുമാർ എന്നീ 2 ആളുകളാണ്. അവർക്ക് 2 പേർക്കും ഏതാണ്ട് 50 വയസ്സിൽ ഓളം പ്രായമുള്ളവരാണ്. 45 വരെ കുത്തിയോട്ടങ്ങളിൽ അവർക്ക് പങ്കുകൊള്ളാൻ ചെറിയ പ്രായം മുതൽ അത് ഇടയായിട്ടുണ്ട്.
പാട്ടാശാന്മാർ ആരൊക്കെയാണ്? പാട്ടാശാന്മാരെ മെയിനായിട്ട് ഞാനായിരുന്നു ആദ്യകാലത്ത്. ഇപ്പോൾ അനിൽ പ്രസാദ്, രഘു, ഇങ്ങനെ കുറേ പുതിയ ആളുകളെ പാട്ട് അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ മെയിനായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു കലാരൂപമാണല്ലോ കുത്തിയോട്ടം. ഇന്ന് അതിന്റെ സ്ഥിതിവിശേഷം എങ്ങനെയാണെന്നൊന്ന് പറയാമോ? കുത്തിയോട്ടം കേരളത്തിൽ പല ദേവീക്ഷേത്രങ്ങളിലും കുത്തിയോട്ടം ഉണ്ടെങ്കിലും ഏറ്റവും അനുഷ്ഠാനപൂർവ്വം നടക്കുന്നത് ചെട്ടികുളങ്ങരയിലെ കുത്തിയോട്ടമാണ്. ആചാരത്തോടൊപ്പം തന്നെ അനുഷ്ഠാനങ്ങളും വ്രതനിഷ്ഠയോടും കൂടി മാത്രം നടത്തപ്പെടേണ്ട ഒരു പരിപാടിയാണ് കുത്തിയോട്ടം. ഇന്ന് അതിന് വളരെ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. കാലഘട്ടത്തിൻ്റെ മാറ്റമനുസരിച്ച് പുതിയ ആശാന്മാർ രംഗത്ത് വരുന്നു. അവർ പഴയ രീതികളിൽ നിന്നൊക്കെ വ്യതിചലിച്ച് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അതൊന്നും നോക്കാറില്ല. ഞങ്ങൾ പഴയ രീതിയിൽ തന്നെ കുത്തിയോട്ടം നടത്തി വരുന്നു. ഏകദേശം എത്ര കുത്തിയോട്ടം നടത്തിയിട്ടുണ്ട്? ഞാൻ ഏതാണ്ട് 59 കുത്തിയോട്ടത്തോളം ചെയ്തിട്ടുണ്ട്. 79 മുതൽ കുത്തിയോട്ടം നടത്തുന്നു. ചില വർഷങ്ങളിൽ 2 കുത്തിയോട്ടം വരെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം എണ്ണമായത്. ചില വർഷങ്ങളിലൊക്കെ 2 കുത്തിയോട്ടം വരും, ചിലപ്പോഴൊന്നേ കാണത്തുള്ളൂ. ഈ വർഷം ഒന്നേ ചെയ്യുന്നുള്ളൂ. അടുത്ത വർഷങ്ങളിലേക്കും കുത്തിയോട്ടത്തിന് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആഡംബരങ്ങൾ കടന്നുകൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കുത്തിയോട്ടത്തിന്റെ ഭാവിയെക്കുറിച്ച് മുതിർന്ന ഒരു ആശാൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഉത്കണ്ഠയുണ്ട്. കാരണം ഞങ്ങളൊക്കെ വളരെ ചെറിയ രീതിയിൽ നടത്തി വരുന്ന ഈ കുത്തിയോട്ടം ഇന്ന് കോടികളുടെ ചെലവിൽ നടക്കുന്നു. ഇന്നും പലയിടത്തും അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. ഞങ്ങൾ വളരെ ചെറിയ രീതിയിൽ അതിൻ്റെ വീട്ടുകാർ അവരുടെ കയ്യിലുള്ള പണത്തിൻ്റെ ചെറിയൊരു അംശം കൊണ്ട് ഇത് നടത്തി കൊണ്ടുപോകുന്ന രീതിയിലാണ് ഞങ്ങൾ ക്രമീകരിക്കുന്നത്. ഭാവിയിൽ ഇതിങ്ങനെ പോയാൽ കുത്തിയോട്ടം എന്നുള്ള ആ ഒരു പഴയ അനുഷ്ഠാനം തന്നെ നഷ്ടപ്പെട്ടു പോകും. അത്തരത്തിലാണ് ഇന്ന് കുത്തിയോട്ടങ്ങൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഉത്കണ്ഠ ഈ കാര്യത്തിലുണ്ട്. പിന്നെ എല്ലാം ഭഗവതിയുടെ കടാക്ഷം പോലെ സംഭവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ.
പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിക്കാമോ? ഇന്നെന്താ പാടിക്കൊണ്ടിരിക്കുന്നത്? വിഷമമുള്ള കാര്യമല്ല. തന്നന്നാനാനന്നായി തന്നാനായി തന്നൈ താനന്നാനാനൻ നെയ് തന്ന ആന തന്നന്നനാനന്നനാനന്നനാനന്നനാനന്നൈ തന്നാനനാനന്നൈ തന്നാനായി ഭദ്രേ ഭഗവതി ഭക്ത്യാർത്തി ഭഞ്ജനി ഭദ്രകാളി നത മർത്യപാളി മത്താളിന മധുകൈടപമത്തേവകരീന്ദ്രേ തവ പത്തേ ഗതി വീവ താർക്കുമാറ്റാൻ. നന്ദി. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. Mati ka so da da mani ga 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 mani